ഇന്നത്തെ ചിക്കൻ കറിക്ക് ശേഷം ഇന്ന് ഉപ്പുമാവാണ് രാവിലെ നമ്മുടെ അനുമോളും അതുപോലെ അപ്പാനി ടീമും ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഉപ്പുമാവിനകത്ത് ഉപ്പിട്ടില്ല എന്ന് പറഞ്ഞ് റെന ഫാത്തിമ, ഒനീൽ, അഭി ഇവിടെ അടുത്ത പ്രശ്നം തുടങ്ങാൻ പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഉപ്പുമാവാണോ കഴിക്കാനായിട്ട് കാത്തിരിക്കുന്ന രേണു സുധിയെ നമുക്ക് കാണാം. പക്ഷെ ഇതിനിടയിൽ വേറെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോ രാവിലെ തന്നെ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഷാനവാസും അക്ബറും തമ്മിലുള്ള അടി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിലും ആ ഒരു ചെറിയൊരു റീസൺ ആണെങ്കിലും കുറേ നേരം നീണ്ടു നിന്ന ഒരു അടിയാണ് ഷാനവാസിന്റെയും അക്ബറിന്റെയും. ശരിക്കും പറഞ്ഞാൽ അക്ബറും ഷാനവാസും തമ്മിൽ ഒരു പേഴ്സണൽ ഗ്രിഡ്ജസിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. നമുക്കത് തീരുമാനിക്കാറായിട്ടില്ല. അതായത് ഓറഞ്ച് കട്ട് ചെയ്ത് 7 പേർക്ക് കൊടുത്ത ഒരു കഥ ഷാനവാസിന്റെ കയ്യിലുണ്ട്. ആ ഓറഞ്ച് ഷാനവാസ് മോഷ്ടിച്ചു എന്നാണ് അക്ബറും റെനയും കൂടെ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ റെന ഇവിടെ ഇപ്പൊ എല്ലാവരുടെയും ശിങ്കിടിയായി മാറിയിരിക്കുകയാണ്. അപ്പൊ ജിസേലും റെനയും കൂടെ ചീസ് ഉൾപ്പെടെ പല സാധനങ്ങളും ഫ്രിഡ്ജിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒളിപ്പിച്ചു വെച്ചു എന്ന് ഷാനവാസ് അങ്ങോട്ടേക്ക് തിരിച്ചടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം ശരിക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊച്ചു കുട്ടികൾ രണ്ടുപേര് തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും നീ അതെടുത്തില്ലേടാ, നീ ഇതെടുത്തില്ലേടാ എന്ന് പറഞ്ഞ് അടികൂടുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ബിഗ് ബോസ് ഈ സീസണിൽ കൊണ്ടുവന്ന 7ന്റെ പണി എന്ന് പറയുന്നത് ആ പണിപ്പുര എന്ന് പറയുന്നത് മേക്കപ്പ് സാധനങ്ങള്, വസ്ത്രങ്ങള്, ഫുഡ് ഇത് അങ്ങോട്ട് ലിമിറ്റ് ചെയ്യുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മോഷണവും തട്ടിപ്പറിക്കലും ഒക്കെ സംഭവിക്കും. എനിക്ക് തോന്നുന്നു ഇതൊന്നും കിട്ടാതെ വരുമ്പോ അവസാനം ഭയങ്കര ക്രൂരമായിട്ട് പെരുമാറാനുള്ള ഒരു സ്ഥിതി ഞാൻ കാണുന്നുണ്ട്. ഇപ്പൊ മേക്കപ്പ് സാധനങ്ങളും അവരുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കോൺഫിഡൻസ് കൂടും എന്നൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും ശരി, ആ കോൺഫിഡൻസ് വെച്ച് കളിക്കാനല്ല ബിഗ് ബോസ് പറയുന്നത് എന്നെനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് തുടക്കം തന്നെ എനിക്ക് തോന്നി. ഇനി രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ അനുമോള് കാര്യമായിട്ട് കുക്കിംഗ് ആണ്. ഉപ്പുമാവാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ രാവിലെ അടുക്കളയിൽ കുറെ പേര് വന്ന് ഇങ്ങനെ നിപ്പുണ്ട്. നമ്മുടെ ഒനിയില്, റെന ഫാത്തിമ, അബി എല്ലാം ഇങ്ങനെ വന്ന് നിപ്പുണ്ട്. അപ്പം ഷാനവാസും അനീഷും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരാ നടക്കുന്നുമുണ്ട്. അപ്പൊ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വെള്ളത്തിന്റെ കൂടി ഇങ്ങനെ ഇളക്കി എന്നാലേ ആ ഒരു പാകത്തിന് കിട്ടത്തുള്ളൂ. അപ്പൊ അത് ഇളക്കാൻ അനുമോൾക്ക് നീളമില്ലാത്തത് കൊണ്ട് അനുമോള് ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റൗവിന്റെ മുകളിലോട്ട് അല്ല ആ ഒരു സ്ലാബിന്റെ മുകളിലോട്ട് ഇങ്ങനെ കേറി നിന്ന് ഇളക്കുന്നുണ്ട്. ഇത് ഒനിയലിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഒനിയൽ ഉടനെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യനെ വിളിച്ചിട്ട് ദേ ഇത് കണ്ടാ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആര്യൻ പറഞ്ഞു ഇത് ഷോയാണ്, ഈ ഷോ ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല, താഴെ ഇറങ്ങി നില്ല്, അത് ഇവിടെ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആര്യൻ തന്നെ അത് ഇളക്കി കൊടുക്കുകയാണ്. അത് പറഞ്ഞപ്പോ കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും അരിമോള് താഴെ ഇറങ്ങുന്നുണ്ട്. പിന്നെ അരിമോളെന്നല്ല അവരുടെ ഇടയിലുള്ള മറ്റു സംസാരങ്ങൾ, തുപ്പൽ തെറിക്കുക, മുടി വീഴുക, ഈ പറയുന്ന സംസാരങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിലും ഉപ്പുമാവ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് അനിമോള് റെനയ്ക്കും ഒനീലിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒനീലിന് ചോദിച്ചിട്ടാണ് ഒനീലിന് കൊടുക്കുന്നത്. അപ്പൊ കുറച്ചുകൂടി ഉപ്പിടണം എന്ന് ഒനീല് പറയുമ്പോൾ ഉപ്പിടാൻ നമ്മുടെ ആദിലയും അനിമോളും ഒക്കെ തയ്യാറാണ്. പക്ഷെ ഉപ്പിടാൻ നേരത്ത് അവിടെ നിന്ന് മറ്റു പലരും പറയുന്നുണ്ട്, എസ്പെഷ്യലി ശൈത്യ പറയുന്നുണ്ട് ഇനിയിപ്പോ ഉപ്പ് വേണ്ട, ഇതിനകത്ത് എന്തായാലും എല്ലാവരും പഞ്ചസാര ഇട്ടല്ലേ കഴിക്കുക, അപ്പൊ ഇനി അങ്ങോട്ട് ഉപ്പിടണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവര് പിന്നെ ഉപ്പിടുന്നില്ല. അവസാനം ഈ പറയുന്ന ഉപ്പുമാവ് തയ്യാറായി ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഉള്ള ഉപ്പുമാവ് എല്ലാം ഒന്ന് വീതിച്ചു കൊടുത്ത് കഴിക്കാനായിട്ട് ആദിലേക്കും നൂറയ്ക്കും അപ്പാനിക്കും അനുമോൾക്കും ഉപ്പുമാവ് തികയുന്നില്ല എന്ന് പറയുന്നുണ്ട്. കിച്ചൺ ടീമിൽ ബാക്കി ഉണ്ടായിരുന്ന ശാരികയും നെതിനും ഒക്കെ ആദ്യം തന്നെ ഈ ഉപ്പുമാവ് എടുത്തോണ്ട് പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് തികഞ്ഞില്ല. അപ്പോൾ ബാക്കി ഇന്നലെയൊക്കെ വന്ന ആ ഒരു ദോശമാവ് വെച്ചിട്ട് ദോശ ചുടാം എന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യാണ്. അതേസമയം അടുക്കളയിൽ ഇത് സംഭവിക്കുമ്പോൾ ആ ഉപ്പുമാവും കൊണ്ടുപോയി ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒനിയിലിനും അവിക്കും റെനയ്ക്കും ഉപ്പുമാവിനകത്ത് ഉപ്പില്ല. അതാണ് പ്രശ്നം. അതിനി വലിയ പ്രശ്നമായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെയും വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇടയിൽ ഷാനവാസ് അനുമോളിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവന് പറയുന്നത് ഷാനവാസ് കേൾക്കുന്നുണ്ട്, ഉപ്പുമാവ് തികഞ്ഞില്ലല്ലോ. അപ്പൊ ഷാനവാസ് തനിക്ക് കിട്ടിയ ഉപ്പുമാവ് തനിക്കൊരു ഇത്തിരി കിട്ടിയായിരുന്നു, എന്നാൽ നമുക്കിത് ഷെയർ ചെയ്യാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട്. പക്ഷെ ഈ സംഭവങ്ങൾ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉപ്പുമാവ് തരുന്നില്ല, ഇനി അതിന്റെ പേര് ദോശ ഉണ്ടാക്കാൻ പോകുന്നു, ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുക്കളയുടെ ഈ ഒരു സംഭവത്തിന്റെ ഇടയിൽ അഡീഷണൽ ആയിട്ട് രേണു സുധി അപ്പാനി പുതിയൊരു കൂട്ടുകെട്ട് തുടങ്ങുകയാണോ എന്ന് സംശയിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് പറയാം. അതായത് നമ്മുടെ അപ്പാനി ഇന്നലെ മുതൽ അനുമോളുടെ വായിന്ന് ബിൻസിയുടെ പേര് കേട്ടണം തൊട്ട് അപ്പാനി ശരത്തിന് ഭയങ്കര വെപ്രാളവും പേടിയും ഉണ്ട്. ഉറപ്പായിട്ടും അപ്പാനിക്ക് അത് തോന്നും. കാരണം എന്ന് വെച്ചാൽ അപ്പാനിക്ക് ശരിക്കും പറഞ്ഞാൽ ബിൻസിയോടൊന്നും ഇല്ല, അപ്പാനിക്ക് അവിടെ ആരോടും ഒന്നുമില്ല. അപ്പാനിക്ക് അപ്പാനിയുടെ ഭാര്യയും മക്കളും തന്നെയാണ് വലുത്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ആ ഒരു പേരിലൊന്നും ഒരിക്കലും അവരുടെ കുടുംബത്തിലൊന്നും ആയം കയറി ഒന്നും കളിയാക്കരുത്. അപ്പാനിയുടെ ബഹളവും അപ്പാനിയുടെ
ചുമ്മാ ഉള്ള അലറലും പ്രശ്നങ്ങളും അപ്പാനി കളിക്കാൻ ഓക്കെ അല്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. പക്ഷെ അപ്പാനിയുടെ കുടുംബത്തെ ഒന്നും പറയരുത് എന്ന് എനിക്ക് റിക്വസ്റ്റ് തന്നെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ബിൻസിയുടെ പേരിൽ അപ്പാനിയുടെ ഭാഗത്തും തെറ്റില്ല, ബിൻസിയുടെ ഭാഗത്തും തെറ്റില്ല. രണ്ടുപേരെ ചേർത്ത് കളിയാക്കി പറഞ്ഞതെല്ലാം ജിസയിലാണ്. എന്റെ ഒരു കാൽക്കുലേഷനിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് ജിസേലാണ് ഈ പറഞ്ഞ കളിയാക്കൽ തുടങ്ങിയത്. റെനയും ജിസേലും ബിന്നിയും ഒക്കെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അപ്പാനി വന്നിട്ട് രേണു സുധീനെ വിളിച്ചോണ്ട് വന്ന് എനിക്ക് എന്റെ ഭാര്യയടുത്തൊന്ന് സംസാരിക്കണം, അതിനുള്ള എന്തെങ്കിലും വഴി നടക്കുവോ ഉണ്ടോ എന്ന്. രേണു സുധിയാണെങ്കിൽ കിളി പോയാണ് കട വന്നിരുന്നിട്ട് ഓ എന്തോന്ന് അത് നടക്കുവോ എനിക്കറിയത്തില്ല എന്താ ചെയ്യാ പിന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പാനി രേണുവിനെയാണ് നിർത്തിയിട്ട് രേണു അങ്ങ് മാറിപ്പോയി, അപ്പാനി അങ്ങ് മാറിപ്പോയി. രേണു നേരെ ചെന്നിട്ട് നമ്മൾ കരുതി രേണു ഇപ്പൊ ഈ ഒരു കാര്യം അവിടെ എവിടെയെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് കരുതി. രേണു സുധി അങ്ങോട്ട് പോയി നൂറെടുത്ത് ഉപ്പുമാവാണോ ഇന്ന്, ഉപ്പുമാവാണോ ഇന്ന്, ആ ശരി. എന്നിട്ട് രേണു സുധി ഉപ്പുമാവ് കിട്ടി കഴിക്കാനിരിക്കുമ്പോ ഓ ഇതാ പഴമൊക്കെ അങ്ങോട്ട് കുഴച്ച് കഴിക്കണം, അത് മീൻകറി അല്ല, രേണുസുതിക്ക് മീൻകറി ആയിരുന്നു കേട്ടോ. രേണുസുതി പറയുന്നത് ഉപ്പുമാവ് കുറച്ച് മീൻകറിയൊക്കെ കൂട്ടി കഴിക്കണം, പിന്നെ അമ്മയ്ക്ക് ഉപ്പുമാവ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡില് വലിയ 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 പ്രക്ഷോഭങ്ങൾ സംഭവിക്കുമ്പോൾ രേണുസുതി ഇവിടെ അടുത്തിരുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് സീസൺ 7 ഇത്ര അധികം ആസ്വദിച്ച് ബിഗ് ബോസിന് അകത്തിരുന്ന് ലൈവായിട്ട് കണ്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് രേണു സുധി. ശരിക്കും പറഞ്ഞാൽ രേണുവിനെ പുറത്തൊക്കെ ഈ ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ രേണുവിനെ കുറിച്ച് കുറെ വീഡിയോകൾ ഇങ്ങനെ വരുമായിരുന്നല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോൾ രേണു എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ് ഞാൻ കരുതിയത്. ശരിക്കും ഞാൻ ജെനുവിൻലി പറയാം, രേണു ഒരു പാവമാണ്. രേണുവിന് കള്ളം പറയുന്നു അല്ല അതിനെ പറയേണ്ടത്. രേണുവിന്റെ മനസ്സിൽ തോന്നുന്നത് അന്നേരം പറയുന്നു, പിന്നെ തോന്നുന്നത് പിന്നെ പറയുന്നു, പിന്നെ അവ മാറ്റി പറയുന്നു. അപ്പൊ അതാണ് എനിക്ക് രേണുവിനെ കുറിച്ച് തോന്നിയത്. അപ്പൊ ഇനി എന്താണ് അടുത്ത ലൈവിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ എന്നൊക്കെ അതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സീരിയൽ ഡ്രാമ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പോയി സുന്ദര ബൈ.